തെരഞ്ഞെടുക്കപ്പെട്ട മിൽമ യൂണിയൻ പിരിച്ചുവിട്ട സർക്കാർ നടപടിക്കെതിരെയും കാലിത്തീറ്റ വിലവർദ്ധനവിനെതിരെയും കേരള കർഷക സംഘം കായംകുളം ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ക്ഷീരവികസന ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. സമരം കേരള കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം കെ.എച്ച്. ബാബുജാൻ ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുക്കപ്പെട്ട മിൽമ യൂണിയൻ പിരിച്ചുവിട്ട സംസ്ഥാന സർക്കാർ നടപടിക്കെതിരെയും കാലിത്തീറ്റ വിലവർദ്ധനവിനെതിരെയും കേരള കർഷക സംഘം കായംകുളം ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ക്ഷീരവികസന ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. പ്രതിഷേധ സമരം കേരള കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം കെ.എച്ച്. ബാബുജാൻ ഉദ്ഘാടനം ചെയ്തു. ഇനിയൊരു 2 വർഷം കൂടി നിലവിലെ മിൽമ യൂണിയന് പ്രവർത്തിക്കാനുള്ള നിയമപരമായ അവകാശം അത് തകർത്ത് മിൽമയെ കൈപ്പിടിയിലാക്കാൻ മിൽമ തെക്കൻ മേഖല യൂണിയൻ പിരിച്ചുവിടുന്ന നടപടിയാണ്. അതിനുവേണ്ടിയിട്ടാണ് പിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് കള്ളക്കഥകൾ ഉണ്ടാകുന്നത്. ആ കള്ളക്കഥകളിലൊന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വഴി ശബരിമലയ്ക്ക് സ്വർണം ഇത് ആ നെയ്യ് നൽകിയപ്പോൾ ആ നെയ്യിൽ കൃത്രിമമുണ്ട് എന്ന ആരോപണം ഉയർത്തിക്കൊണ്ട് തെളിവില്ല, വസ്തുതയാണെന്നറിയില്ല, വെറുതെ ഒരു കഥയൊക്കെ പ്രചരിപ്പിക്കുക. ഇത് ഉപയോഗിച്ച ഘട്ടത്തിൽ ആരും പറഞ്ഞിട്ടില്ല, ബാധ്യതയുണ്ട്. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചതിന് സമർപ്പിക്കാനുള്ള ശ്രമം നടത്തുകയും ഇതിന് ഭരണസമിതിക്ക് എന്താ ബന്ധം? ഭരണസമിതി ശരിയായ രൂപത്തിൽ അതിന് നടപടിക്രമങ്ങളെല്ലാം പാലിക്കാണ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം ഉണ്ടാക്കുകയാണ്, ഒരു തെറ്റായ നടപടി സ്വീകരിക്കാൻ വേണ്ടി ഒരു കാരണം പറഞ്ഞങ്ങ് ഉണ്ടാക്കിയെടുത്ത് അതിന്റെ ജനാധിപത്യ സ്വഭാവത്തെ തകർക്കാനുള്ള ശ്രമമാണ്. ഏരിയ പ്രസിഡന്റ് ജി ഹരികുമാർ അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി എം നസീർ, ജില്ലാ വൈസ് പ്രസിഡന്റ് എം വി ശ്യാം, ജില്ലാ കമ്മിറ്റി അംഗം സി അജികുമാർ, എം ആർ ജയകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.